എന്തോ ഞാൻ ഇത്രയും പൈസ പേ ചെയ്തല്ലോ, എനിക്കെന്താ, ഐ ക്യാൻ ഷോ ഓൾ ദ റിപ്പോർട്ട്സ്. സാർ ഞാൻ പറഞ്ഞ ഈ സ്കോപ്പാണ്, സാറിന് ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ചിലപ്പോൾ ബിസിനസ് വളർന്നിട്ടുണ്ടാവില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ഇൻഹൗസ് സെറ്റപ്പ് ചിലപ്പോൾ റോങ് ആയിരിക്കും. എൻ്റെ അടുത്ത് ഒരാള് ബിസിനസ്സുകാരൻ എൻ്റെ അടുത്ത് വരുന്നത് തീർച്ചയായിട്ടും അയാളുടെ ബിസിനസ്സിന് ഗ്രോത്ത് കിട്ടുക എന്ന് വേണ്ടിയിട്ടാണ്. അപ്പൊ കാശ് കിട്ടണം തീർച്ചയായിട്ടും. അതുണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിത് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഉണ്ടാവില്ല. 50% ഓഫ് ദ തിങ് അവരുടെ സൈഡിലും ചിലപ്പോൾ ചില ഫിക്സസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരുടെയും കാര്യമല്ല, ചിലർ ചിലപ്പോൾ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്, ചിലപ്പോൾ അതൊന്നും കേൾക്കത്തില്ല. പക്ഷേ അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നവരുടെ അടുത്ത് നമ്മൾ ഇതെല്ലാം പറയും. സാർ നമ്മളിങ്ങനെ ഇത് ചെയ്യണം, നമ്മൾ അത് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ലീഡ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓംനി ചാനൽ ഓട്ടോമേഷൻ എന്നൊക്കെ പറയുന്ന സാധനം ഞാൻ എല്ലാവരുടെ കൊണ്ടും ചെയ്യിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മാനുവലായിട്ട് ഇറ്റ് ഈസ് ലിമിറ്റഡ്, വേർ ദ AI ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ്. ഫസ്റ്റ് ഒരു മെസ്സേജ് വന്നു, നമ്മളിപ്പോൾ സാറ്റർഡേ സൺഡേ അവധിയുള്ള ഒരു കമ്പനിയാന്നിരിക്കട്ടെ, ചിലപ്പോൾ കസ്റ്റമർ സർവീസ് ചിലപ്പോൾ റെസ്പോണ്ടേ ചെയ്യില്ല സൺഡേ, ബിക്കോസ് നമ്മൾ ഓഫീസിലില്ല. വേറെ സിസ്റ്റം ക്യാൻ ഓട്ടോമാറ്റിക്കലി ആൻസർ ടു ദ ക്ലൈന്റ്. കാരണം ആട് നമ്മൾ ഞായറാഴ്ച നിർത്തി വെക്കുന്നില്ലല്ലോ, ആഡ് ഈസ് കണ്ടിന്യൂസ്ലി റണ്ണിങ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇ-കോമേഴ്സ് ആണ്, ഇ-കോമേഴ്സിൽ വരുന്ന ഒരു കസ്റ്റമർക്ക് ഇപ്പോൾ ഞാൻ കുറേ ക്ലോത്തിങ് സ്റ്റോറുകൾ ഇ-കോമേഴ്സ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ഈ ക്ലോത്തിങ് സ്റ്റോറിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ കസ്റ്റമർക്ക് മേടിക്കുന്നതിന് മുന്നേ കൺഫ്യൂഷൻസ് ഉണ്ടാവും, പ്രത്യേകിച്ചും കസ്റ്റമൈസ്ഡ് ഒക്കെ ആണെങ്കിൽ. സൈസ് കൺസേൺ ഉണ്ടാവാം, കളർ കൺസേൺ ഉണ്ടാവാം, കസ്റ്റമൈസേഷൻ കൺസേൺ ഉണ്ടാവാം. സോ ഈ കൺസേൺ ഒക്കെ മാനുവലായിട്ട് ഒരു 10 സ്റ്റാഫ് ഇരിക്കുന്ന സാധനം നമുക്ക് ഓംനി ചാനൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1-2 സ്റ്റാഫ് മതി വെച്ച് പിന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ആക്ച്വലി. കാരണം AI വിൽ ആൻസർ 99% ഓഫ് ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഡയറക്റ്റ് വന്ന് ഐ നീഡ് എ പിങ്ക് ഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ-കോമേഴ്സിലെ ഇൻവെന്ററി പോയിട്ട് പിങ്ക് ഡ്രസ് എല്ലാം എടുത്ത് കാണിക്കും. നൗ ഐ എം സെയിങ് ദാറ്റ് പിങ്ക് ഡ്രസ്സിൽ എനിക്ക് ഇന്ന യെല്ലോ ബോർഡറുള്ള വേണം, then they will tell that ഇന്ന പ്രൊഡക്റ്റ് ഞങ്ങളിലുണ്ട്, ഇന്ന സൈസ് ഉണ്ടോ, വി ഹാവ് ദിസ് സൈസ്. സോ അത് കുറച്ചുകൂടെ ട്രെയിൻഡ് AI ആണ് ആക്ച്വലി. പക്ഷെ ഞാൻ പറഞ്ഞ ഈ 360 ലെവലിൽ ഒരു ബിസിനസിന്റെ സക്സസ് ആഗ്രഹിച്ചാൽ മാത്രമാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് എഫക്റ്റീവ്ലി ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് എന്താന്ന് വെച്ചാൽ എനിക്കിപ്പോ ബിസിനസ് കിട്ടി, ഞാനൊരു അത്യാവശ്യം സർവീസ് ബില്ലിംഗ് അടിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ സ്കോപ്പ് അച്ചീവ് ചെയ്യുന്നുണ്ട്. 3 months കഴിഞ്ഞിട്ട് ഇവരെൻ്റെ അടുത്ത് പറയുവാണ്, ആക്ച്വലി എന്തോ ഞാൻ ഇത്രയും പൈസ പേ ചെയ്തല്ലോ, എനിക്കെന്താ, ഐ ക്യാൻ ഷോ ഓൾ ദ റിപ്പോർട്ട്സ്. സാർ ഞാൻ പറഞ്ഞ ഈ സ്കോപ്പാണ്, സാറിന് ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ചിലപ്പോൾ ബിസിനസ് വളർന്നിട്ടുണ്ടാവില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ഇൻഹൗസ് സെറ്റപ്പ് ചിലപ്പോൾ റോങ് ആയിരിക്കും. ഈ കസ്റ്റമർ സപ്പോർട്ട് മാത്രമായിരിക്കില്ല, സെയിൽസ് പ്രോസസ് റോങ് ആയിരിക്കാം, പ്രൊഡക്റ്റ് റോങ് ആയിരിക്കാം, പ്രൈസിങ് റോങ് ആയിരിക്കാം, പല ഫാക്ടേഴ്സ് ഉണ്ടാവും. എന്നിട്ട് പരിചരണം മൊത്തം നിങ്ങൾ കച്ചവടം ഇല്ല. അതെ, അത് ഒരു ഈഗോ ഇല്ലാത്തൊരു ക്ലയന്റ് ആണെങ്കിൽ, നമ്മുടെ അടുത്തുള്ള ഒരു 99% ഓഫ് ദ ക്ലയന്റും നല്ല ക്ലയൻസ് ആണ് ആക്ച്വലി. നമ്മൾ പറയുന്നത് വാല്യൂ ചെയ്യുന്ന ക്ലയൻസ് ആണ്. സോ അതിന്റെ അർത്ഥം ഞാനത് ആദ്യമേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും, ഐ എം ഹിയർ ടു ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കും. എൽദോ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡുകളാണ് എൻ്റെ കൂടെ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 8 വർഷത്തിൽ കൂടുതലുള്ള ക്ലയന്റ് ആണ് എൻ്റെ 70% ഓഫ് ദ ക്ലയൻസ്.